Hi Cadets and welcome back to my channel. Cadets 2026 നേവി SSR MAയുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന തെറ്റൊന്നും വരാതെ എങ്ങനെ ഫോം ഫില്ലിംഗ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. ഒരിക്കലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവത്തില്ല. ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് എല്ലാ സെലക്ഷൻ പ്രോസസ്സിന്റെയും ബേസ് ആണ്. ഫോം ഫില്ലിംഗ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവും. ഫൈനലി നിങ്ങൾ അത്രയും പഠിക്കുന്നതിന് വേസ്റ്റ് ആയി മാറും. അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കത്തില്ല. അതുകൊണ്ട് നേവി SSR, MR, മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിന് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. ആദ്യമായിട്ടൊക്കെ നേവി SSR, MR, MAക്ക് തിരഞ്ഞെടുക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ അത്ര സീരിയസ് ആയിട്ട് കാണത്തില്ല ഈ ഫോം ഫില്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് തന്നെ. എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണുന്ന എല്ലാ കുട്ടികളുടെ അടുത്തും പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റായിട്ട് വേണം ഫോം ഫില്ല് ചെയ്യേണ്ടുന്നത്. ക്ലിയർ? അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സെറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ് 2026 നേവി SSR, MR, മെഡിക്കൽ അസിസ്റ്റന്റ് ഓൺലൈൻ ക്ലാസ്സുകളാണ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2025-26 ആന ഡിഫൻസ് അക്കാഡമിയുടെ നേവിയുടെ റിസൾട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ഒരു റിസൾട്ട് കണ്ടിട്ടും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോപ്പർ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. കുട്ടികളെ നോക്കൂ, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഇത് ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഫസ്റ്റ് നിങ്ങൾ ജോയിൻ ഇന്ത്യൻ നേവി എന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ നേവിയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. അവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോക്കൂ കുട്ടികൾ, രജിസ്റ്റർ, അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു നേവി SSRൻ്റെയും MRൻ്റെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും. ഈ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നതാണ് MR, SSR, മെഡിക്കൽ അസിസ്റ്റൻറ്റ്. ഇവിടെ ഏത് ട്രേഡിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണം. SSR ആൻഡ് MR ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതേ രീതിയിൽ ഓപ്ഷൻ വരും. ഓക്കെയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അക്കൗണ്ട് ഇൻഫോർമേഷൻ. ഇവിടെ നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. അതായത് ആദ്യമായിട്ട് ഒരു കേഡറ്റ് ഇന്ത്യൻ നേവിയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ആ ഒരു കേഡറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മെയിൽ ID ആദ്യം അപ്ലോഡ് ചെയ്യണം. മൊബൈൽ നമ്പർ അപ്ലോഡ് ചെയ്യണം. നെയിം എൻ്റർ ചെയ്യണം. നാഷണാലിറ്റി ഇവിടെ ഇന്ത്യൻ എന്ന് മെൻഷൻ ചെയ്യണം. അതിനുശേഷം ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ നമ്പർ കാണാം. ഒന്ന് വെരിഫൈ ചെയ്യണം. മൊബൈൽ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതിനുശേഷം ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. യു ഹാവ് സക്സസ്ഫുള്ളി സൈൻഡ് അപ്പ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നോക്കൂ കുട്ടികളെ, ഇതിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരു കൺഫർമേഷൻ ലിങ്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു മെസ്സേജ് കാണാം. നോക്കൂ, ഇവിടെ ക്ലിക്ക് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതേ രീതിയിലൊരു പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ വെരിഫൈ യുവർ മൊബൈൽ നമ്പർ എന്ന് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യണം. ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യണം. അതിനുശേഷം ജനറേറ്റ് OTP എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് കാണാൻ പറ്റും. ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് OTP ലഭിക്കുന്നതായിരിക്കും. 6 ഡിജിറ്റ് OTP കിട്ടും. ആ OTP ഇവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ANREN പിന്നെ @2026 ഇതേ രീതിയിൽ ക്യാപിറ്റൽ, സ്മാൾ, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടർ, പിന്നെ ഡിജിറ്റ്, ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം റീടൈപ്പ് പാസ്വേഡ്, പിന്നെ ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യണം. പിന്നെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ പേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലോഗിൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ? ലോഗിൻ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പേജിലോട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID ആഡ് ചെയ്യണം. ഏത് ID ആണ്? നമ്മൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് ആഡ് ചെയ്തല്ലോ ആ ഒരു മെയിൽ ID ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. അതിനുശേഷം പാസ്വേഡ് ഏതാണ്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പാസ്വേഡ് അതിവിടെ നമ്മൾ എൻ്റർ ചെയ്യണം. ക്ലിയർ?
ഷോ പാസ്വേഡ് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, ക്യാപ്ച കോഡ്, പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ മെയിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8 ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യണം. 8 ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പേഴ്സണൽ ഇൻഫർമേഷൻ, അഡീഷണൽ, പിന്നെ ഫോട്ടോ, കമ്മ്യൂണിക്കേഷൻ, 10th ക്വാളിഫിക്കേഷൻ, +2, എക്സാം, സിറ്റി, ഡിക്ലറേഷൻ, സബ്മിറ്റ് ആപ്ലിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. നോക്കൂ കുട്ടികളെ, പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിജി ലോക്കർ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. മൊബൈൽ നമ്പർ ത്രൂ, യൂസർ നെയിം ആൻഡ് ആധാർ. നമ്മൾ ചൂസ് ചെയ്യുന്നത് ആധാർ നമ്പർ ത്രൂ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP ലഭിക്കുന്നതായിരിക്കും. ആധാർ കാർഡുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പറിൽ ആ OTP ഇവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ്, പിന്നെ ഇവിടെ ഒരു ടിക്കും കൊടുത്തിരിക്കണം. സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളടുത്തൊരു സെക്യൂരിറ്റി പിൻ സെറ്റ് ചെയ്യാൻ പറയും. ഇവിടെ ഒരു 6 ഡിജിറ്റ് പിൻ നിങ്ങൾ സെറ്റ് ചെയ്യണം. അതിനുശേഷം സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ എല്ലാം നമ്മൾ ടിക്ക് ചെയ്യണം. അതിനുശേഷം അലോ എന്നൊരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഡിജി ലോക്കർ പ്രോസസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാര്യം നമ്മൾ ക്ലിയർ ചെയ്തു. ഇവിടെ നമ്മൾ ഡൊമസൈൽ നമ്മൾ മെൻഷൻ ചെയ്യണം, ഏത് സ്റ്റേറ്റ് ആണോ. ഇതെല്ലാം ഓൾറെഡി ഇവിടെ വന്ന് കിടക്കും. ക്ലിയർ? അതിനുശേഷം ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യണം, ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ആഡ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏതൊക്കെ ട്രേഡിലേക്ക് നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളത്, SSR ആണോ MR ആണോ എന്നതിനെക്കുറിച്ച്. ക്ലിയർ ആയല്ലോ കുട്ടികളെ? അതിനുശേഷം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ നെയിം നിങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആഡ് ചെയ്യണം, ലാസ്റ്റ് നെയിം ആഡ് ചെയ്യണം, പേരൻസ് നെയിം, ഗാർഡിയൻ നെയിം, ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ അത് ആഡ് ചെയ്യണം, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് 2, പിന്നെ മാരീഡ് സ്റ്റേറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ, അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് പറ്റത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ നിങ്ങൾക്കറിയാലോ വളരെ ക്ലിയർ ആയിട്ട് സ്ലേറ്റ് വേണം, ബ്ലാക്ക് സ്ലേറ്റ് ആയിരിക്കണം, പിന്നെ വൈറ്റ് ചോക്കിൽ നിങ്ങൾ എഴുതണം, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം, നെയിം എഴുതണം, അതിന് താഴെ DOP എഴുതണം. DOP എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഫോട്ടോ. എന്നാണോ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ഡേറ്റ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിയർ? ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ക്ലിയർ ആയല്ലോ കുട്ടികളെ? ആ ഒരു ഫോട്ടോയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സൈസ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്തിരിക്കണം. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ആണ് അഡീഷണൽ ഇൻഫർമേഷൻ. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കണം. SSR ആണെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ സീനിയർ സെക്കൻഡറി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. 10th ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റഡ്. അതേപോലെ തന്നെ 12th ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് നിങ്ങൾക്ക് കൊടുക്കാം. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ എക്സാം ആണ് വരാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ +2 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറൻ്റ്ലി പെർസ്യൂയിങ് ഇവിടെ കൊടുക്കാവുന്നതാണ്. ITA ഉണ്ടെങ്കിൽ S എന്ന് കൊടുക്കുക, നോ എന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കണം. ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ S എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ്. ആർ യു ഡിപ്ലോമ ക്വാളിഫൈഡ്? എസ് എങ്കിൽ യെസ്, നോ എന്ന് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഡു യു അപ്ലൈ ഫോർ SSR. നിങ്ങൾ ഇനി ഏത് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, ഇത് കുറച്ച് വലുതായിട്ട് ഞാൻ കാണിക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കൂ. ഡു യു അപ്ലൈ ഫോർ SSR. SSRന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ S എന്ന് കൊടുക്കാവുന്നതാണ്. എങ്കിൽ നിങ്ങൾക്കിവിടെ S എന്ന് കൊടുക്കാവുന്നതാണ്. നോക്ക്, യെസ് എന്ന് കൊടുക്കാവുന്നതാണ്. പിന്നെ ആർ യു എ സ്പോൺസർഡ് കാൻഡിഡേറ്റ് ഫോർ SSR, അതായത് നിങ്ങൾക്ക് റിലേഷൻ രീതിയിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? സ്പോൺസർഡ് കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ S എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഓപ്ഷൻ വരുന്നതായിരിക്കും. സ്പോൺസർഷിപ്പ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതേ രീതിയിൽ നോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നോ എന്നിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ആണ് ഡു യു അപ്ലൈ ഫോർ MRന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ S എന്ന് കൊടുക്കാവുന്നതാണ്. 2 ട്രേഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികളെ. SSR എങ്കിൽ SR, MR എങ്കിൽ MR. പിന്നെ അതിനുശേഷം ഇവിടെ സെലക്ട് ഉണ്ട്, അതായത് പ്രിഫറൻസ് നമ്പർ 1, 2, 3. MR എന്നൊരു ട്രേഡിൻ്റെ ബ്രാഞ്ച് പ്രിഫറൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ചൂസ് ചെയ്യാവുന്നതാണ് പ്രിഫറൻസ് 1, 2 ആൻഡ് 3 എന്ന രീതിയിൽ. ഇത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, ഇതേ രീതിയിൽ 1 എന്ന് പറഞ്ഞാൽ ഷെഫ്, പിന്നെ ഹൈജിനിസ്റ്റ്, പിന്നെ പ്രിഫറൻസ് 3 സ്റ്റുവാർഡ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ.
1, 2, 3 എന്ന രീതിയിൽ. ക്ലിയർ? അപ്പോൾ MRന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അതിനുശേഷം പ്രിഫറൻസ് ഇവിടെ കൊടുക്കുക. ഡു യു ഹാവ് NCC സർട്ടിഫിക്കറ്റ്? NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എങ്കിൽ ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. എസ് എന്ന് സ്വിമ്മിങ് അറിയാവോ എങ്കിൽ എസ് എന്ന് മെൻഷൻ ചെയ്യണം. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ? ഇത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ വരുന്ന സ്ലൈഡിൻ്റെ അപ്ഡേറ്റ് ആണത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ, ഇവിടെ NCCയുടെ അപ്ഡേറ്റ് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ എസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ NCC വിങ് ഏതാണ്, പിന്നെ ഡയറക്ടറേറ്റ് ഏതാണ്, പിന്നെ യൂണിറ്റ് നമ്പർ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ സിറ്റി സർട്ടിഫിക്കറ്റ് ഏതാണ് കയ്യിലുള്ളത് എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ NCC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആയാലോ? അതേപോലെ RD പരേഡ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതും ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. എസ് എങ്കിൽ എസ്, നോ എങ്കിൽ നോ മെൻഷൻ ചെയ്യണം. സ്വിമ്മിങ്ങിൻ്റെ ഇതേ രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, നോ എങ്കിൽ നോ. ഓക്കെ, പിന്നെ സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ NCC സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. എസ് എന്നാണെങ്കിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടി വരുന്നത്. അതിനുശേഷം ഓക്കെ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ കവർ ചെയ്തു, പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ. ഇനിയാണ് ഫോട്ടോ ക്യാപ്ചർ. ഇവിടെ നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് കാണാൻ പറ്റും. അണ്ടർസ്റ്റുഡ് എന്ന് കൊടുക്കണം. അതായത് ഫോട്ടോ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നത്. അതായത് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് വേണം ഫോട്ടോ എടുക്കേണ്ടുന്നത്, ബാക്കിലാരും വരാൻ പാടില്ല, ക്ലിയർ ആയിരിക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഇതേ രീതിയിൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ക്യാമറ ഓൺ ആക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 4 ഫോട്ടോ എടുക്കേണ്ടി വരും. ക്ലിക്ക് ഹിയർ ടു ക്യാപ്ചർ ഫോട്ടോ 1, 2, 3, 4. ഇതേ രീതിയിൽ നിങ്ങൾക്ക് 4 ഫോട്ടോ എടുക്കേണ്ടി വരും. ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വാലിഡേറ്റ് ആൻഡ് സേവ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ക്യാപ്ചറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഏതാണ് നിങ്ങളുടെ അഡ്രസ്സ്, ആ അഡ്രസ്സ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ്, ബ്ലോക്ക്, പിൻകോഡ്, പിന്നെ ഡിസ്ട്രിക്ട്, നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്തേക്കണം. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു കോപ്പി ഇഫ് യുവർ കറസ്പോണ്ടൻസ് അഡ്രസ് ഇസ് ദ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്. അത് തന്നെയാണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ് എങ്കിൽ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാം ഫില്ല് ആവുന്നതായിരിക്കും. ക്ലിയർ? സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം കുട്ടികളെ ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് ആണ് 10th ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ്സ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും മാർക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യണം. മാക്സിമം ടോട്ടൽ മാർക്ക് എത്ര മാർക്കാണ് നിങ്ങൾ നേടിയത് അത്. ക്ലിയർ? ഇംഗ്ലീഷ് ഇപ്പോൾ 100 മാർക്കിനാണെന്നുണ്ടെങ്കിൽ 100ൽ നിങ്ങൾ എത്ര നേടി അത് കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. ഈ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോട്ടൽ മാർക്കും അതേപോലെ എത്ര മാർക്കാണ് നിങ്ങൾ നേടിയത് അത് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അതിനുശേഷം ഇതേ രീതിയിൽ അപ്ഡേറ്റ് കാണാൻ പറ്റും. ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ മെൻഷൻ ചെയ്യണം. സീരിയൽ നമ്പർ ഓഫ് 10th മാർക്ക് ഷീറ്റ്, പിന്നെ സ്റ്റേറ്റ് വെയർ സ്കൂൾ എവിടെയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ മെൻഷൻ ചെയ്യണം. ബോർഡ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മാർക്ക് ഷീറ്റിലുണ്ട്. നിങ്ങൾക്കതെല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ കുട്ടികൾ. ഇതേ രീതിയിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫില്ല് ചെയ്യണം. പിന്നെ സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ. നേരത്തെ കാണിച്ച സ്ലൈഡ് തന്നെയാണിത്. ഇവിടെ ഒന്നുകൂടി എല്ലാം ഫില്ല് ചെയ്ത് കാണിച്ചേക്കുന്നേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ 10th മാർക്ക് ഷീറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. ക്ലിയർ? 10th മാർക്ക് ഷീറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് PDF രീതിയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. സൈസ് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, 300 KB. അതിനുശേഷമേ നിങ്ങൾ സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ 10th സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് കംപ്ലീറ്റ് ആയി. ഇനി 12th മാർക്ക് ഷീറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇതേ രീതിയിൽ തന്നെ മാക്സിമം ടോട്ടൽ മാർക്ക്, ഒപ്റ്റൈൻ മാർക്ക് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് വരണം. അതിനുശേഷം ഇതേ രീതിയിലൊരു പേജ് വരുന്നതായിരിക്കും. ഇവിടെ നേരത്തെ നമ്മൾ 10th മാർക്ക് ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്തത് അതേ രീതിയിൽ തന്നെ എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊടുക്കണം. ഇവിടെയും നിങ്ങൾ 12th മാർക്ക് ഷീറ്റിൻ്റെ PDF നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം. അതിനുശേഷം സേവ് 12th മാർക്ക് ഡീറ്റെയിൽസ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയി, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫൈനലി 10th ആൻഡ് 12th വരെ കംപ്ലീറ്റ് ആയി. ഇനിയാണ് എക്സാം സിറ്റി ആൻഡ് ചോയ്സ് ഓപ്ഷൻ. ഇതേ രീതി നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാൻ പറ്റും. എക്സാമിനേഷൻ സെൻറ്റർ പ്രിഫറൻസ്. ഇവിടെ നിങ്ങൾക്ക് 3 പ്രിഫറൻസ് ലഭിക്കുന്നതായിരിക്കും. എക്സാം സെൻറ്റർ പ്രിഫറൻസ്, സ്റ്റേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് സിറ്റിയും 3 ചൂസ് ചെയ്യാവുന്നതാണ്. ചൂസ് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഓക്കെ എന്നൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഫൈനൽ ഓപ്ഷൻ വരുന്നതായിരിക്കും. ഏതാണ്? ഡിക്ലറേഷൻ ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് ഇതേ ഒരു ബോക്സ് കാണാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനകത്ത് നിങ്ങൾ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തതിനു ശേഷം സേവ് ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനുശേഷം നേരെ പോകുന്നത് പേയ്മെൻറ്റ് മെത്തേഡിലോട്ടാണ്. ഓക്കെ കൊടുക്കണം. ഓക്കെ കഴിയുമ്പോൾ നേരെ പോകുന്നത് പേയ്മെൻറ്റ് മെത്തേഡിലോട്ടാണ്. പേയ്മെൻറ്റ് മെത്തേഡിൽ പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഒരു ട്രേഡിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫീസ് ആവുന്നത് 649 ആണ്.
പിന്നെ അതായത് MR മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആവും, SSR ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ആവും. 2 ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഫീസ് അടയ്ക്കേണ്ടി വരും, സെപ്പറേറ്റ് 550 + 80% GST. ക്ലിയർ ആയാലോ? 1298 രൂപയാണ് 2 ട്രേഡിനും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീസ് വരുന്നത്. കേട്ടോ കുട്ടികളെ? അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ പേ നൗ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ പേജ് വരുമ്പോൾ കുട്ടികളെ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കാർഡ് നമ്പർ എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഏത് കാർഡാണുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം പേ നൗ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി കട്ടാവുന്നതായിരിക്കും. നിങ്ങളുടെ ഫൈനൽ അപ്ഡേറ്റും പുറത്ത് വരുന്നതായിരിക്കും. ക്ലിയർ ആയാലോ? ഫൈനൽ അപ്ഡേറ്റ് എന്ന് പറയാൻ റിസീപ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ കുട്ടികളെ ഒരു ചെറിയ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് പറയാനുള്ളത്, നമ്മൾ ഇന്നും ഫോം ഫില്ല് ചെയ്തപ്പോൾ കുട്ടികളുടെ പേയ്മെൻറ്റ് ഡെബിറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു 18 മാർച്ചിന് ശേഷമേ പേയ്മെൻറ്റ് ഡെബിറ്റ് ആകത്തുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ ഏതുവരെയാണോ പ്രോസസ്സ് ചെയ്യുന്നത് അതുവരെ നിങ്ങൾ വെക്കുക. ഓട്ടോമാറ്റിക്കലി 18 മാർച്ചിന് ശേഷം പേയ്മെൻറ്റ് ഡെബിറ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് റീഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. കുട്ടികളെ 2025-26 ആന ഡിഫൻസ് അക്കാഡമിയുടെ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. നോക്കൂ, ഇത്രയും കുട്ടികൾ ഇപ്പോൾ ട്രെയിനിങ്ങിനായിട്ട് പോയിരിക്കുകയാണ്. 2025-26 തന്നെ ഇന്ത്യൻ നേവിയിലേക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് പ്രോപ്പർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഡെയിലി ലൈവ് ക്ലാസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. SSRൻ്റെ ക്ലാസ് അവൈലബിൾ ആണ്, MRൻ്റെ ക്ലാസ് അവൈലബിൾ ആണ്, മെഡിക്കൽ എസിൻ്റെ ക്ലാസ് അവൈലബിൾ ആണ്. സ്റ്റേജ് 1ൻ്റെയും സ്റ്റേജ് 2ൻ്റെയും ഫുൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. സ്റ്റേജ് 1ൻ്റെ ക്ലാസ്സുകളും കിട്ടും, സ്റ്റേജ് 2ൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ നേവി SSRന് 30 മോക്ക് ടെസ്റ്റ്, MR 30 മോക്ക് ടെസ്റ്റ്, MAയുടെ 10 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യുകയാണെങ്കിൽ. ഫൈനലി കുട്ടികളെ ആന ഡിഫൻസ് അക്കാഡമി ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ്, ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. ഫൈനലി 2 നമ്പർ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. എല്ലാവരും സേവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഒരു കുട്ടിയുടെ ഫോം ഫില്ലിംഗ് പോലും തെറ്റാൻ പാടില്ല. അപ്പോൾ നമുക്ക് വേറെ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.